നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈറ്റിൽ. കുവൈറ്റ് 1ാം ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കുവൈറ്റിലെ മലയാളികളെ അഭിസംബോധന ചെയ്യും. ടാക്സി നിരക്കുകളിൽ മാറ്റം വരുത്തി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. RTA സ്മാർട്ട് ആപ്ലിക്കേഷൻ ബുക്കിംഗ് നിരക്കുകളിൽ വ്യത്യാസം. ഓൺലൈൻ ബുക്കിംഗ് ചാർജ് 12 ദിർഹത്തിൽ നിന്ന് 13 ദിർഹമാക്കി ഉയർത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. കട്ടിളപ്പാളി തട്ടിപ്പിൽ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PS പ്രശാന്തിനെ മാറ്റും. ഹരിപ്പാട് മുൻ MLA TK ദേവകുമാർ അധ്യക്ഷനായേക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന് പരാതി. ഹൃദ്രോഗത്തെ തുടർന്ന് മരിച്ചത് പന്മന സ്വദേശി വേണു. ചികിത്സ ലഭിച്ചില്ലെന്ന് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത്. അടിയന്തര അന്വേഷണ റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. 60.42% വോട്ട് രേഖപ്പെടുത്തി. ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ വാഹനത്തിന് നേരെ കല്ലേറ്. നുഴഞ്ഞുകയറ്റക്കാരെ RJDയും കോൺഗ്രസും സംരക്ഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP അധികാരം പിടിക്കുന്നത് വോട്ടുകൾ മോഷ്ടിച്ചെന്ന് രാഹുൽ ഗാന്ധി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കുവൈത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈറ്റ് 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി. ബാൻ പാലസിലെത്തിയ മുഖ്യമന്ത്രിയെ അധികൃതർ സ്വീകരിച്ചു. കുവൈറ്റ് ധനകാര്യമന്ത്രിയും കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാനുമായ ഡോക്ടർ സാബിഹ് അൽ മുഖൈസിയും കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ എംബസി പ്രതിനിധികളും ലോക കേരള സഭ അംഗങ്ങളും മലയാളം മിഷൻ കലാ കുവൈറ്റ് ഭാരവാഹികളും ചേർന്നാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. ബയാൻ പാലസിലെത്തിയ മുഖ്യമന്ത്രി കുവൈറ്റ് 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റ് ധനകാര്യമന്ത്രിയും കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാനുമായ ഡോക്ടർ സാബിഹ് അൽ മുഖൈസിമും കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു. ഇന്ത്യ കുവൈറ്റ് ബന്ധത്തിന്റെ ശക്തിയെക്കുറിച്ച് യോഗത്തിൽ ഇരുവിഭാഗവും ഉന്നയിച്ചു. കുവൈറ്റിന്റെ വികസന രംഗങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകളെ ഷെയ്ഖ് ഫഹദ് പ്രശംസിച്ചു. കേരളീയ സമൂഹത്തെ പിന്തുണച്ച് കുവൈറ്റ് ഭരണകൂടം കാഴ്ചവെക്കുന്ന സൗഹൃദത്തിനും സഹകരണത്തിനും മുഖ്യമന്ത്രി നന്ദി രേഖപ്പെടുത്തി. കേരളത്തിലെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവും വികസന മേഖലകളിലെ സാധ്യതകളും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് IAS, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക് മൻസൂരിയയിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കുവൈറ്റിലെ മലയാളികളെ അഭിസംബോധന ചെയ്യും. 2015-ൽ CPM സംസ്ഥാന സെക്രട്ടറിയായിരിക്കെയാണ് പിണറായി വിജയൻ അവസാനമായി കുവൈറ്റിൽ സന്ദർശനം നടത്തിയത്. 28 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരു കേരള മുഖ്യമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. കുവൈറ്റിലെ ഏതാണ്ട് 60ഓളം വരുന്ന വ്യത്യസ്ത സംഘടനകളുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയുടെ സ്വീകരണ പരിപാടി ഒരുക്കിയിരുന്നത്. അമൃത ന്യൂസ്, കുവൈറ്റ്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ടാക്സി നിരക്കുകളിൽ വ്യത്യാസം വരുത്തി. ദുബായ് RTAയുടെ സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ വഴി ബുക്ക് ചെയ്യുമ്പോഴുള്ള നിരക്കുകളിലാണ് മാറ്റം വരുത്തിയത്. ഓൺലൈൻ ബുക്കിംഗ് ചാർജ് 12 ദിർഹത്തിൽ നിന്ന് 13 ദിർഹമാക്കി ഉയർത്തി. പീക്ക് അവർ, ഓഫ് പീക്ക് അവർ നിരക്കുകളും പ്രഖ്യാപിച്ചു. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 8 മണി മുതൽ 9:59 വരെയും വൈകിട്ട് 4 മണി മുതൽ 7:59 വരെയുമാണ് പീക്ക് അവർ നിരക്ക് ദുബായ് ടാക്സികളിൽ ഈടാക്കുക. ഈ സമയങ്ങളിൽ 5 ദിർഹം അടിസ്ഥാന നിരക്കിന് പുറമെ 7.5 ദിർഹം ബുക്കിംഗ് ചാർജായി ഈടാക്കും. സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ വഴി ബുക്ക് ചെയ്യുമ്പോഴാണ് നിരക്ക് വ്യത്യാസം ഉണ്ടാവുക. ഓഫ് പീക്ക് മണിക്കൂറുകളിൽ അടിസ്ഥാന നിരക്ക് 5 ദിർഹവും ബുക്കിംഗ് ചാർജ് 4 ദിർഹവും ആയിരിക്കും. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ 7:59 വരെയും 10 മണി മുതൽ വൈകിട്ട് 3:59 വരെയുമാണ് ഓഫ് പീക്ക് അവർ. രാത്രി 10 മണി മുതൽ പുലർച്ചെ 5:59 വരെയുള്ള സമയത്ത് ടാക്സി ബുക്ക് ചെയ്താൽ അടിസ്ഥാന നിരക്ക് 5.5 ദിർഹവും ബുക്കിംഗ് ചാർജ് 4.5 ദിർഹവും ഈടാക്കും. സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ വഴി ടാക്സി ബുക്ക് ചെയ്യുന്നതിനുള്ള കുറഞ്ഞ നിരക്ക് 12 ദിർഹത്തിൽ നിന്നും 13 ദിർഹമാക്കി ഉയർത്തുകയും ചെയ്തു. വെള്ളിയാഴ്ചകളിലെ പീക്ക് അവർ രാവിലെ 8 മണി മുതൽ 9:59 വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:59 വരെയും ആയിരിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 4 മണി മുതൽ 9:59 വരെയും രാത്രി 10 മുതൽ 11:59 വരെയുമാണ് പീക്ക് അവർ ചാർജ് ഈടാക്കുക. അമൃത ന്യൂസ്, ദുബായ്.
2024 വർഷത്തിൽ സൗദിയിൽ വാഹനാപകടങ്ങളിൽ 4282 പേർ മരണപ്പെട്ടതായി കണക്കുകൾ. സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് 2024 റോഡ് ഗതാഗത സ്ഥിതിവിവരണ കണക്കുകൾ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം രാജ്യത്ത് 17,231 ഗുരുതരമായ വാഹനാപകടങ്ങളുണ്ടായി. ഇതിൽ 24,077 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായ അപകടങ്ങളിൽ 60.3% നഗരങ്ങൾക്കുള്ളിലാണ് നടന്നത്. 2023 അപേക്ഷിച്ച് 2024 റോഡ് അപകടങ്ങളിലെ മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ട്. സൗദിയിൽ ഈ വർഷം മൂന്നാം പാദത്തിൽ ഓൺലൈൻ സ്റ്റോറുകൾക്കെതിരെ ഉപയോക്താക്കളിൽ നിന്ന് 63,000-ലേറെ പരാതികൾ ലഭിച്ചതായി സൗദി വാണിജ്യ മന്ത്രാലയം പറഞ്ഞു. നിയമവ്യവസ്ഥകൾ പാലിക്കാത്തതിന് ഓൺലൈൻ സ്റ്റോറുകളുടെ പേരിൽ 121 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. മൂന്നാം പാദത്തിൽ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ 6,400-ലേറെ പുതിയ ഓൺലൈൻ സ്റ്റോറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മനോഹരവും നൂതനവുമായ നഗരമാക്കി ദുബായിയെ മാറ്റാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. ഉന്നത നിലവാരമുള്ള സ്കൂളുകൾ, പബ്ലിക് പാർക്കുകൾ, ഹരിത ഇടങ്ങൾ, ആശുപത്രികൾ തുടങ്ങി സമസ്ത മേഖലകളുമായി ബന്ധപ്പെടുന്നതാണ് പദ്ധതികൾ. 100 സ്കൂളുകൾ, 300-ലേറെ പാർക്കുകൾ, 3 ആശുപത്രികൾ, 33 ഹെൽത്ത് സെന്ററുകൾ എന്നിവയുൾപ്പെടെ 800 പദ്ധതികളാണ് ദുബായ് നടപ്പാക്കുക. ആഗോള നിലവാരമുള്ള കായിക പരിശീലന കേന്ദ്രം, 70 റോഡുകളുടെ നവീകരണം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. വ്യക്തിപരമായ അസൗകര്യം മുൻനിർത്തി പത്മകുമാർ 2 ദിവസത്തെ സാവകാശം തേടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതേസമയം ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ തീരുമാനിച്ച കാര്യം മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയ ദേവസ്വം സെക്രട്ടറി എസ് ബിന്ദുവിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ദേവസ്വം ബോർഡ് തടഞ്ഞു. കാലാവധി അവസാനിക്കുന്നതോടെ PS പ്രശാന്തിന് പകരം ഹരിപ്പാട് മുൻ MLA TK ദേവകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകുമെന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരിൽ നിന്നും നിർണായക വിവരങ്ങളാണ് മുൻ പ്രസിഡന്റുമാരായ A പത്മകുമാറിനും N വാസുവിനുമെതിരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് A പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. തിരുവനന്തപുരത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടെങ്കിലും വ്യക്തിപരമായ അസൗകര്യമുള്ളതിനാൽ 2 ദിവസത്തെ സാവകാശം ചോദിച്ചിട്ടുണ്ട്. കേസിൽ N വാസുവിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. A പത്മകുമാറിനൊപ്പം പ്രവർത്തിച്ചിരുന്ന മുൻ ബോർഡ് അംഗം KP ശങ്കർദാസിന്റെയും N വാസുവിനൊപ്പം പ്രവർത്തിച്ചിരുന്ന N വിജയകുമാറിന്റെയും മൊഴികൾ അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. അതേസമയം ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ച കാര്യം മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയ ദേവസ്വം ബോർഡ് സെക്രട്ടറി S ബിന്ദുവിനെതിരെ ദേവസ്വം ബോർഡ് വകുപ്പ് തല നടപടി സ്വീകരിച്ചു. ബിന്ദുവിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ദേവസ്വം ബോർഡ് തടഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചതായി കോടതിയും പരാമർശിച്ചിരുന്നു. അതിനിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി അവസാനിക്കുന്നതോടെ PS പ്രശാന്തിനെ തലസ്ഥാനത്ത് നിന്നും മാറ്റാനാണ് തീരുമാനം. പുതിയ പ്രസിഡന്റായി ഹരിപ്പാട് മുൻ MLA TK ദേവകുമാറിന്റെ പേരാണ് സജീവ പരിഗണന. നാളെ നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ SITയുടെ നീക്കം. ശ്രീകോവിൽ കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് കാട്ടി റാന്നി കോടതിയിൽ അപേക്ഷ നൽകി. അതേസമയം ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നേരത്തെ ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിച്ചേക്കും. ഒപ്പം മുരാരി ബാബു നൽകിയ ജാമ്യാപേക്ഷയും കോടതി നാളെ പരിഗണിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന് പരാതി. പന്മന സ്വദേശി വേണുവാണ് മരിച്ചത്. തന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് വേണു സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശത്തിലൂടെയാണ് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് പുറത്തറിഞ്ഞത്. വേണുവിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. 2 പെൺകുട്ടികളുടെ പിതാവായ വേണു ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഉപജീവനം നടത്തി വന്നിരുന്നത്. നെഞ്ചുവേദനയെ തുടർന്ന് ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു വേണു ആദ്യം ചികിത്സ തേടിയത്. പിന്നാലെ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്നായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചത്. തുടർന്ന് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി വേണു മരിച്ചു.
തുടർന്നാണ് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വേണു സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശം പുറത്തുവന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്നും ഡോക്ടർ ഉൾപ്പെടെ ആശുപത്രി ജീവനക്കാരുടെ സമീപനം വേദന ഉണ്ടാക്കുന്നതാണെന്നും അതിൽ പറയുന്നു. ഞാന് ഈ ആശുപത്രിയിൽ ഞാനിവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്ന് 6 ദിവസം എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് അൻവർ സാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാത്ത. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിൽ എന്നെ പരിശോധിക്കുമെന്ന് ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു. എനിക്ക് എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത് അവർക്കൊരു കാരണവശാലും യാതൊരുവിധ ഐഡിയയില്ല. ഒക്ടോബർ 31-നെത്തിയ രോഗിക്ക് 5 ദിവസം കിടന്നിട്ടും ആൻജിയോഗ്രാം ചെയ്തില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഡോക്ടർ കുറിച്ച മരുന്നുകൾ ആശുപത്രിയിൽ ഇല്ലെന്ന് നേഴ്സ് മറുപടി നൽകിയതായി വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു. 108 ആംബുലൻസ് കിട്ടാഞ്ഞിട്ട് പോലും നമ്മൾ പോയത് കാശ് കൊടുത്ത് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള ഒരു ഇതില്ല. എന്നിട്ട് അവർ ആൻജിയോഗ്രാം ചെയ്തില്ല, എക്കോ എടുത്തില്ല. ആ 2 ദിവസം സാധാ ഒരു വാർഡിലാണ് ആ പേഷ്യന്റിനെ കിടത്തിയത്. ഇയർബഡ്സിന്റെ ബാലൻസ് പോകുന്ന രീതിയിലുള്ള തലവേദന, എന്നിട്ട് പറയാം ഭയങ്കര തലവേദന. ഞാൻ ഈ തലവേദന കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും ഒരു സ്റ്റാഫിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞ ടാബ്ലറ്റ് വെച്ചപ്പോൾ അവരങ്ങനെ ടാബ്ലറ്റ് എടുത്തില്ല. നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ഏതാണോ അത് നോക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും വേണുവിനോട് പറഞ്ഞു. വേണുണ്ട് അവരെന്നെ വഴക്ക് പറയുന്നു, അവർ തരുന്നില്ല. വേണുവിന്റെ ആരോഗ്യനില മോശമായെന്ന് ഡോക്ടർമാരെ അറിയിച്ചിട്ടും മരുന്നുകളോ കൃത്യമായ ചികിത്സയോ നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന ബന്ധുക്കളുടെ പരാതിയിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇന്നലെയാണ് കൊല്ലം സ്വദേശിയായ വേണു മരിച്ചത്. ആൻജിയോഗ്രാം ചെയ്യുന്നതിനായാണ് വേണു ആശുപത്രിയിൽ എത്തിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച വേണുവിന് മതിയായ ചികിത്സ നൽകിയിരുന്നു എന്ന വാദവുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് CG ജയചന്ദ്രൻ രംഗത്ത് വന്നു. ആൻജിയോഗ്രാമിന്റെ ഒരു വിഷയമാണ് ഞാൻ വാർത്തയെ കണ്ടത്. ആക്ച്വലി ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞിരുന്നു. കാർഡിയോളജിയിലെ പ്രൊഫസർമാർ ഇവിടെ ഉണ്ട്. അപ്പോ ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞിരുന്നു. അത് 24 hours കഴിഞ്ഞ് എവോൾഡ് MI എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞു. പിന്നെ അതിന് റീനൽ ഫംഗ്ഷൻ ക്രിയാറ്റിൻ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ മാനേജ്മെന്റ് ആയിരുന്നു കാർഡിയോളജിക്കാർ പ്രിസ്ക്രൈബ് ചെയ്തത്. മെഡിക്കൽ മാനേജ്മെന്റ് തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 3-ാം തീയതി രാവിലെ, ഇത് 1-ാം തീയതി രാത്രിയാണ് അഡ്മിറ്റ് ആവുന്നത്. അത് കഴിഞ്ഞ് 3-ാം തീയതി ഈ പേഷ്യന്റിനെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ടേക്ക് ഓവർ ചെയ്യുന്നു. വാർഡ് 2-ൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഇതിൽ കാർഡിയോളജിയിൽ മെഡിക്കൽ മാനേജ്മെന്റ് തുടരുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് പേഷ്യന്റ് ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടായിരുന്നു. അവരോട് ഇതുവരെ ദിവസവും ബ്രീഫ് ചെയ്യുന്നുണ്ടായിരുന്നു. സംഭവം വിവാദമായതോടെ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന ബന്ധുക്കളുടെ പരാതിയിൽ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വേണുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസ് യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു. കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധിക്കാനെത്തിയ UDFന്റെ പട്ടം വാർഡ് സ്ഥാനാർത്ഥി രേഷ്മ, വഴുതക്കാട് വാർഡ് സ്ഥാനാർത്ഥി നീതു വിജയൻ എന്നിവരെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചികിത്സ കിട്ടാതെ മരിച്ച വേണു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായതിന്റെ ഇരയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബീഹാറിൽ 1ാം-ഘട്ട തെരഞ്ഞെടുപ്പിൽ 60.42% പോളിംഗ്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗിൽ 8% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് NDAയും അധികാരത്തിലെത്തുമെന്ന് മഹാസഖ്യവും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതിനിടെ ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടായി. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ 1ാം ഘട്ടത്തിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാജ് ചൌധരിയും വിജയ്കുമാർ സിൻഹയും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും RJD നേതാവുമായ തേജസ്വി യാദവും മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ 1ാം ഘട്ടത്തിൽ ജനങ്ങൾ വിധിയെഴുതി. പോളിംഗ് ശതമാനം 60% മുകളിലേക്കെത്തിയത് ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലാണ് മുന്നണികൾ. കഴിഞ്ഞ തവണ 1ാം ഘട്ടത്തിൽ 51.8% പോളിംഗാണ് രേഖപ്പെടുത്തിയത്.
അന്ന് മഹാസഖ്യം 65 സീറ്റിലും NDA 56 സീറ്റിലും വിജയിച്ചു. 42 സീറ്റിൽ വിജയിച്ച RJD തന്നെയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ഒന്നാം ഘട്ടത്തിൽ പോൾ ചെയ്ത വോട്ടുകളിൽ 23% RJDയാണ് സ്വന്തമാക്കിയത്. 17% വീതമായിരുന്നു JDU BJP വോട്ട് വിഹിതം. നക്സൽ ബാധിത മേഖലകളിൽ കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയതാണ് പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചതെന്നാണ് വിലയിരുത്തൽ. പോളിംഗ് ശതമാനം ഉയർന്നുവെങ്കിലും വലിയ ആത്മവിശ്വാസമാണ് മുന്നണികൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയും വലിയ നേട്ടമുണ്ടാക്കുമെന്ന് അവകാശപ്പെടുന്നു. അതേസമയം ഉച്ചവരെ ശാന്തമായിരുന്ന തെരഞ്ഞെടുപ്പിൽ ഉച്ചയ്ക്ക് ശേഷം അക്രമ സംഭവങ്ങൾ അരങ്ങേറി. ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായി. ലക്സരായിൽ വെച്ച് ഒരു സംഘം ആളുകൾ വാഹനവ്യൂഹത്തിലേക്ക് കല്ലും ചെരുപ്പുകളും എടുത്തെറിയുകയായിരുന്നു. RJDയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശം നൽകി. 11-ാം തീയതി ചൊവ്വാഴ്ചയാണ് ബീഹാറിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ബീഹാർ കേന്ദ്രീകരിച്ച് ഇപ്പോഴും പ്രചാരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഹരിയാനയിൽ വോട്ട് മോഷണം നടന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ ചൊല്ലി BJP കോൺഗ്രസ് വാക്പോര് ശക്തം. തെളിവുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാൻ BJP നേതാക്കൾ പറയുന്നു. അതേസമയം കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടാനാണ് അവതരിപ്പിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. അതിനിടെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഫോട്ടോ തന്റേതാണെന്ന് കാട്ടി ബ്രസീലിയൻ മോഡൽ ലാരിസ രംഗത്തെത്തി. തന്റെ ചിത്രം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചത് അപഹാസ്യമെന്ന് ലാരിസ പ്രതികരിച്ചു. ഫോട്ടോ മാറിയതാണെന്നും വോട്ട് ചെയ്തത് തങ്ങൾ തന്നെയെന്നും വ്യക്തമാക്കി ഹരിയാനയിൽ നിന്നുള്ള വനിതാ വോട്ടർമാർ കൂടി രംഗത്തെത്തി. ഷാർജ പുസ്തകോത്സവത്തിൽ ഇത്തവണ ഇന്ത്യൻ പ്രസാധകശാലകളുടെ സാന്നിധ്യം വിപുലമാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങൾ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ശ്രീരാജ് കൈമൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇത്തവണ ഇന്ത്യയുടെ സാന്നിധ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണ ഇന്ത്യൻ പ്രസാധകശാലകളുടെ ഒരു പ്രത്യേക പവലിയൻ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയാം. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യൻ പ്രസാധകശാലകളെല്ലാം ഒരുമിച്ചുള്ള 7ാം നമ്പർ ഹാളിലാണ്. സാധാരണ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പവലിയനാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഉണ്ടാവാറുള്ളത്. ഇത്തവണ അതിന് പുറമെ നാഷണൽ കൗൺസിൽ ഫോർ പ്രൊമോഷൻ ഓഫ് ഉറുദു ലാംഗ്വേജസ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്, അതുപോലെ തന്നെ തമിഴ്നാട് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് എഡ്യൂക്കേഷണൽ സർവീസസ് കോർപ്പറേഷൻ, ചെന്നൈ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ തുടങ്ങി വിവിധ പുസ്തക പ്രസാധകശാലകൾ ഇത് സർക്കാർ സപ്പോർട്ടോട് കൂടിയിട്ട്, അതത് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന പുസ്തക പ്രസാധകശാലകൾ ഇത്തവണ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലുണ്ട്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ജോയിന്റ് ഡയറക്ടർ രാകേഷ് കുമാറാണ് ഇത്തവണത്തെ ഇന്ത്യയുടെ ഈ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് നമ്മളോട് വിശദീകരിച്ചത്. The role of National Book Trust India is to promote reading culture, to promote readership in the country and to represent India as a nodal agency outside the India. We have also come with books in English, Hindi, Tamil, Malayalam, Kannada, Urdu and other languages. First time we are coming here to sell this book also. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പുസ്തകങ്ങളുടെ ഒരു സാന്നിധ്യം ഇത്തവണ കൂടുതലായി തന്നെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഉണ്ടെന്ന് തന്നെ പറയാം. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിലെ 7ാം നമ്പർ ഹാളിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. റിയാദിൽ ആരംഭിച്ച ചതുർദിന ബിബാൻ 2025 ഫോറത്തിന്റെ ആദ്യ ദിനത്തിൽ 20-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലേറെ സംരംഭകർക്ക് പ്രീമിയം ഇഖാമ സെന്റർ പ്രീമിയം ഇഖാമകൾ അനുവദിച്ചു. സംരംഭക വിഭാഗത്തിലാണ് ഇവർക്ക് പ്രീമിയം ഇഖാമകൾ അനുവദിച്ചത്. സൗദിയിൽ ബിസിനസ്സുകൾ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നൂതന സാങ്കേതിക പരിഹാരങ്ങളുള്ള സ്റ്റാർട്ടപ്പുകളുടെ ഉടമകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന എന്റർപ്രണർ ഇഖാമ പ്രീമിയം ഇഖാമ സെന്ററിന്റെ പ്രധാന ഓഫറുകളിൽ ഒന്നാണ്. ദുബായിൽ പ്രവാസിയായിരുന്ന ഇന്ത്യൻ യാത്രികൻ അനുനയ് സൂദ് അന്തരിച്ചു. 32 വയസ്സായിരുന്നു. 14 ലക്ഷത്തിലേറെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ട്രാവലർ ഇൻഫ്ലുവൻസറായിരുന്നു അനുനയ് സൂദ്. കുടുംബമാണ് സമൂഹമാധ്യമ പേജുകളിലൂടെ അനുനയ് സൂദിന്റെ വിടവാങ്ങൽ പുറം ലോകത്തെ അറിയിച്ചത്. തുടർച്ചയായി കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഫോബ്സ് ഇന്ത്യയുടെ മികച്ച 100 ഡിജിറ്റൽ താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വ്യക്തിയാണ് അനുനയ് സൂദ്. മരണകാരണം കുടുംബം പുറത്തുവിട്ടിട്ടില്ല. സൗദി അറേബ്യയിലെ മലയാളി സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായി സിജി ജിദ്ദ ചാപ്റ്ററിന്റെ ഭാഗമായ ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പ് ബിഗ് പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൗദിയിലെ ബിഗ് കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കും മറ്റു മലയാളി ചെറുകിട ഇടത്തരം സംരംഭകർക്കും പ്രായോഗിക പഠനത്തിനും നെറ്റ്വർക്കിങ്ങിനും സഹായകരമാവുന്ന വിധത്തിൽ ബിഗ് കോൺക്ലേവ് 2.0 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം നമ്മൾ
2 വിഷയങ്ങൾ മാത്രമാണ് ഈ ഒരു ഇവന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നവംബർ 29 ശനിയാഴ്ച വൈകിട്ട് 6-ന് ജിദ്ദയിലെ ഓക്കോ ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ AI കാലഘട്ടത്തിലെ കൊമേഴ്സ് വഴിയുള്ള ബിസിനസ് വളർച്ച, ചെറുകിട ഇടത്തരം സംരംഭകരുടെ ഫണ്ടിംഗ് ആൻഡ് സ്കെയിലിംഗ് ഓപ്ഷനുകൾ എന്നിങ്ങനെ 2 പ്രധാന വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ച നടക്കുക. AI വിദഗ്ധൻ ഉമർ അബ്ദുസലാം, സൗദി അൽ ജസീറ ബാങ്കിലെ ഹെഡ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫീസറായ സാജിദ് പാറക്കൽ എന്നിവരാണ് ക്ലാസ് എടുക്കുന്നത്. മലയാളി സംരംഭകരെ സാങ്കേതിക വിദ്യ സ്വീകരിക്കാൻ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായി പരിപാടിക്ക് രജിസ്റ്റർ ചെയ്ത ബിഗ് അംഗങ്ങൾക്കായി പ്രത്യേക സൗജന്യ കൊമേഴ്സ് സ്റ്റോറുകൾ അനുവദിക്കുമെന്നും രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് പ്രവേശനമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. മെമ്പേഴ്സ് നമ്മളൊരു സ്റ്റാൻഡ് അലോൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആ പ്ലാറ്റ്ഫോമിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോർമലി ഒരു റെസ്റ്റോറന്റ് ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആവാം, ഒരു കാറ്റലോഗ് ആവാം, ട്രേഡിംഗ് ആവാം. എഞ്ചിനീയർ മുഹമ്മദ് കുഞ്ഞി, എഞ്ചിനീയർ മുഹമ്മദ് ബൈജു, KM റിയാസ്, അസ്രഫ് കുന്നത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. സുൽഫിഖർ അദായി, അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ പദ്ധതിയായ അൽ മുത്ല സിറ്റിയിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് നിർമ്മിക്കാനൊരുങ്ങി ലുലു ഗ്രൂപ്പ്. മുൻനിര റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സായ ബെയൂത്ത് ഹോൾഡിംഗ്സുമായി കൈകോർത്താണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് ലുലു യാഥാർത്ഥ്യമാക്കുന്നത്. സൗത്ത് മുത്ല സിറ്റിയിൽ ഉയരുന്ന ബെയ്ത്ത് പ്ലാസ് മാളിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് നിർമ്മിക്കുന്നത്. കുവൈത്തിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് സഹകരണം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, ബെയ്ത്ത് ഹോൾഡിംഗ് ഗ്രൂപ്പ് സിഒയും വൈസ് ചെയർമാനുമായ അബ്ദുറഹ്മാൻ അൽ ഖന്ന എന്നിവർ ചേർന്ന് ഇത് സംബന്ധിച്ചുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ബെയ്ത്ത് പ്ലാസ പ്രൊജക്ടിൽ ഭാഗമാകുന്ന ആദ്യ റീറ്റെയിൽ ഗ്രൂപ്പുകളിൽ ഒന്നാണ് ലുലു. സൗത്ത് അൽ മുത്ല സിറ്റിയിൽ 27 ലക്ഷം ചതുരശ്ര അടിയിൽ ഉയരുന്ന ബിയോട്ട് പ്ലാസ മാളിൽ 72,000 ചതുരശ്ര അടിയുള്ള ഹൈപ്പർ മാർക്കറ്റാണ് ലുലു നിർമ്മിക്കുന്നത്. കുവൈറ്റിൽ ലുലുവിന്റെ സാന്നിധ്യം വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് എന്നും സൗത്ത് അൽ മുത്ല സിറ്റിയിൽ ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് സേവനമാണ് ലക്ഷ്യമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. 2027 മാർച്ചിനകം പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് കരുതുന്നത്. അനിൽ K നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ SIRൽ സുപ്രീം കോടതിയെ സമീപിക്കും മുൻപ് നിയമോപദേശം തേടാനൊരുങ്ങി സർക്കാർ. അതേസമയം സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. SIRും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരേ സമയം നടക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള BLOമാരെ SIR ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറും സംസ്ഥാന കമ്മീഷനും തമ്മിൽ ധാരണയായി. ഇവർക്ക് പകരമായി അങ്കണവാടി വർക്കർമാരെ നിയോഗിക്കാനാണ് കളക്ടർമാരുടെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലി ഉടനില്ലാത്ത BLOമാർ SIR ഡ്യൂട്ടി തുടരണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ഫോമുകൾ വിതരണം ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. BLOമാർ രാത്രിയിലും വീടുകൾ സന്ദർശിച്ച് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യും. പകൽ സമയം വീട്ടിലില്ലാത്തവർക്ക് ഇത് സഹായകരമാകും. സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ 2ാം ദിനമായ ബുധനാഴ്ചയും എല്ലാ മേഖലയിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചത്. ഇന്നലെ രാത്രി 8 മണി വരെ 8,85,925 പേർക്ക് ഫോം വിതരണം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ SIR ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും തേടുമെന്ന് മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കെ 2002 പട്ടിക അടിസ്ഥാനമാക്കി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള നീക്കം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സർവേ കപ്പൽ ഇക്ഷക് കമ്മീഷൻ ചെയ്തു. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നടന്ന കമ്മീഷനിംഗ് ചടങ്ങിൽ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി മുഖ്യാതിഥിയായി. ഇരട്ട ദൗത്യ ശേഷിയോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന INS ഇക്ഷക് സ്ത്രീകൾക്കായി പ്രത്യേക താമസ സൗകര്യമുള്ള ആദ്യ SVL കപ്പലാണ്. മുഖ്യ ദൗത്യമായ ഹൈഡ്രോഗ്രാഫിക് സർവേ പ്രവർത്തനങ്ങൾക്ക് പുറമെ അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയായും പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് കപ്പൽ. സമുദ്രതലത്തിൽ 11,000 മീറ്റർ ആഴത്തിൽ വരെ മാപ്പ് ചെയ്യാൻ കഴിയുമെന്നതാണ് കപ്പലിന്റെ സവിശേഷത. ഇത് നാവികർക്ക് സമുദ്രമേഖലയുടെ കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ സഹായകമാണ്. കൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൽ
വാർഷിപ്പ് ഓവർസീയിങ് ടീമും മേൽനോട്ടം വഹിച്ചാണ് കപ്പൽ നിർമ്മിച്ചത്. 80% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കപ്പൽ. സ്ത്രീകൾക്കായി പ്രത്യേക താമസ സൗകര്യമുള്ള ആദ്യ SVL കപ്പൽ എന്ന സവിശേഷതയും INS ഇക്ഷകിന് സ്വന്തമാണ്. ദക്ഷിണ നാവികസേനാസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി INS ഇക്ഷക് കമ്മീഷൻ ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി. ഓസ്ട്രേലിയക്കെതിരായ 4ാം T20യിൽ ഇന്ത്യയ്ക്ക് 48 റൺസ് വിജയം. 168 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഓസ്ട്രേലിയ 18.2 ഓവറിൽ 119 ഓൾ ഔട്ടായി. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലായി. ഇന്ത്യൻ ബൗളർമാർ തകർത്തെറിഞ്ഞതോടെ മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ പ്രതിരോധത്തിലാവുകയായിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ 3 വിക്കറ്റുകളും അക്ഷർ പട്ടേൽ, ശിവം ദുബെ എന്നിവർ 2 വിക്കറ്റുകളും വീഴ്ത്തി. 24 പന്തിൽ 30 റൺസ് എടുത്ത ക്യാപ്റ്റൻ മിച്ചൽ മാർഷലാണ് ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് 167 റൺസ് എടുത്തത്. വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ചേർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് 56 റൺസ് കൂട്ടിച്ചേർത്തു. 39 പന്തിൽ 46 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യൻ നിരയിലെ ടോപ്പ് സ്കോറർ. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.